ഹായ് ഹലോ. അപ്പോൾ ഏത് ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ വലിയൊരു ട്വിസ്റ്റ് നടക്കാൻ പോവുകയാണ്. ഇതുവരെ പറഞ്ഞ ആ ഒരു ട്വിസ്റ്റ് അല്ല. ഇതുവരെ അശ്വിനും ശ്രുതിയും വലിയൊരു എന്താ പറയുക, ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളും പിന്നെ എപ്പോൾ നോക്കിയാലും കീരിയും പാമ്പും പോലെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് അവരുടെ ഇടയിലുള്ള ആ ഒരു പ്രണയം തുടങ്ങാനുള്ള ഒരു സമയമാണ്. അവരുടെ ആ ഒരു പ്രണയം തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം മനോരമ ശ്രുതിയാണ് കള്ളി, ആ ഒരു മാല മോഷ്ടിച്ചത് ശ്രുതിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഭൂകമ്പം തന്നെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ശ്രുതി തൻ്റെ ബാഗിലുള്ള എല്ലാ സാധനങ്ങളും പുറത്തെടുത്ത് വെച്ച് കാണിച്ചു കൊടുത്തു. അതിൻ്റെ കൂടെ തൻ്റെ കുട്ടികൃഷ്ണനെ എടുത്ത് വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു മാലയായിരിക്കുമെന്ന് മനോരമ ഒരുപാട് പ്രതീക്ഷിച്ചു. എന്നാൽ ബാഗെല്ലാം അത്രയും കുടഞ്ഞിട്ടിട്ടും ആ ഒരു മാല കാണാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അവിടെ മുത്തശ്ശി വഴക്ക് പറയുന്നുണ്ട്, നിനക്കിപ്പോൾ സമാധാനമായോ? ആ ഒരു പാവം പെൺകൊച്ചിനെ കൊണ്ട് ഇത്രയും കാണിച്ചപ്പോൾ, അവൾ കള്ളിയാണെന്ന് നിനക്ക് വരുത്തി തീർത്തപ്പോൾ ഇത്രയും സമാധാനമായോ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സങ്കടത്തിൽ ശ്രുതി നിൽക്കുന്ന സമയത്താണ് രാമേട്ടൻ ആ ഒരു നെക്ലേസും കൊണ്ടുവന്നിട്ട്, ഇതല്ലേ അഞ്ജലി അന്വേഷിക്കുന്ന ഒരു നെക്ലേസ് എന്ന് രാമേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ രാമേട്ടനാണ് മോഷ്ടിച്ചത് എന്ന് മനോരമ പറയുമ്പോൾ മുത്തശ്ശി വഴക്ക് പറഞ്ഞിട്ട്, ഇതെന്താ സംഭവം, ഇതെന്താ സംഭവിച്ചത് രാമേട്ട എന്ന കാര്യം പറയുമ്പോഴാണ് രാമേട്ടൻ പറയുന്നത്, ഞാൻ ആ ഒരു നടന്നു പോകുന്ന സ്റ്റെയർകേഴ്സ് കയറി നടന്നു പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഒരു വർണ്ണ കടലാസ് പോലെ എനിക്ക് തോന്നി. അപ്പോൾ എന്താണ് സംഭവം എന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ഈ ഒരു നെക്ലസ് ആണെന്ന് ഞാൻ കണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത് എന്ന് മുത്തശ്ശിയോട് പറയുകയും, എന്നാൽ മുത്തശ്ശി ഇപ്പം മനസ്സിലായല്ലോ ഇത് എവിടെ കിടന്ന് കിട്ടിയെന്ന്, ഇനിയെങ്കിലും നിന്റെ ഈ ഒരു സംസാരം നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞ് മനോരമയെ വഴക്ക് പറഞ്ഞിട്ട് ഓട്ടിക്കുവാണ്. എന്തായാലും എത്രയൊക്കെ പറഞ്ഞാലും താൻ കള്ളിയല്ല എന്ന് തെളിഞ്ഞെങ്കിൽ പോലും ആ ഒരു 10 മിനിറ്റ് തന്നെ കള്ളിയാണ് എന്ന് എല്ലാവരും വിചാരിച്ചപ്പോൾ ആ ഒരു സങ്കടം ഒരിക്കലും ശ്രുതിയുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല. അങ്ങനെ അത്രത്തോളം സങ്കടപ്പെട്ട് ശ്രുതി മാറി നിൽക്കുന്ന സമയത്ത് അഞ്ജലി സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ ശ്രമിച്ചെങ്കിലും സമാധാനമാക്കാനായിട്ട് സാധിച്ചില്ല. പിന്നെ അവസാനം അഞ്ജലി ശ്രുതിയെ വിളിച്ചുകൊണ്ട് അടുക്കളയിലോട്ട് പോയിട്ട് ഒരു ബൗളിൽ ഒരുപാട് മാവും എണ്ണയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോഴാണ് അഞ്ജലി പറയുന്നത്, എനിക്കറിയാം നിനക്ക് ഒരുപാട് സങ്കടം വന്നാലും ഒരുപാട് സന്തോഷം വന്നാലും ജിലേബി ഉണ്ടാക്കി കഴിക്കുന്ന ശീലം നിനക്കുണ്ടെന്ന് അമ്മായി മുമ്പ് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിനക്ക് ജിലേബി ഉണ്ടാക്കാനുള്ള ഈ സാധനങ്ങളാണ് ഇതെന്നും, നീ സന്തോഷത്തോടെ നിനക്ക് എത്രയാണോ വേണ്ടത് അത്രയും ജിലേബി നീ ഉണ്ടാക്കി കഴിച്ചോ, അതിന്റെ കൂട്ടത്ത് ലാവണ്യക്കും കൂടി ജിലേബി ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്താൽ മതി എന്ന് അവിടെ പറയുന്നുണ്ട്. അവിടെ അഞ്ജലി പറയുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടെ ഇറങ്ങി പോവുകയും അത്രത്തോളം മനസ്സറിഞ്ഞ് ശ്രുതി ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് ആ ഒരു ജിലേബി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ജിലേബി ഇത്രയും ഭംഗിയായിട്ടും അതേ ഷേപ്പിലും കിട്ടുന്നത് കണ്ടിട്ട് ലാവണ്യയ്ക്ക് ഒരുപാട് അത്ഭുതം തോന്നി. അപ്പോൾ ഇതിന്റെ സീക്രട്ട് എന്താണ്, ഇത് എവിടെ നിന്ന് പഠിപ്പിച്ചു തന്നു, നിനക്ക് ആര് പഠിപ്പിച്ചു തന്നതാ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ശ്രുതി ആ ഒരു സത്യം പറയുന്നത്. എന്നെ ആരും പഠിപ്പിച്ചു തന്നതല്ല, എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഞാൻ നോക്കി പഠിച്ചതാണെന്നും, എൻ്റെ അച്ഛനും അമ്മയും കല്യാണം കഴിഞ്ഞതിന് ശേഷം അച്ഛന് ആദ്യമായിട്ട് അമ്മ ഉണ്ടാക്കി കൊടുത്ത സ്വീറ്റ്സ് എന്ന് പറയുന്നത് ജിലേബിയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ ഇതുവരെയും അടിയോ വഴക്കോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് കല്യാണം കഴിച്ച് പോകുന്ന എൻ്റെ ഭർത്താവിന് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്ന സ്വീറ്റ്സും ജിലേബിയാണ് എന്ന് ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ അവർക്കിടയിലുള്ള സംസാരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ശ്രുതി പറയുന്നത്, എന്തായാലും ലാവണ്യ മേഡവും അശ്വിൻ സാറിന് കല്യാണം കഴിച്ച് ചെന്നതിന് ശേഷം ആദ്യമായിട്ട് ജിലേബി തന്നെ ഉണ്ടാക്കി കൊടുത്തോളൂ എന്ന് പറയുമ്പോൾ ലാവണ്യ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരിക്കലും കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല, ഞങ്ങൾ ലിവിങ് റിലേഷനിൽ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ലാവണ്യ അവിടെ പറയുന്നുണ്ട്. അപ്പൊ ശ്രുതിക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ലാവണ്യയുടെ മനസ്സ് മാറിയിട്ടില്ലല്ലോ. ഇതിപ്പോൾ നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടാണ് ഈ ലിവിങ് റിലേഷൻ തുടരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ ഒരു പ്രായത്തിന്റെ ആ ഒരു രീതിയിൽ എടുത്ത് ചാടും. പക്ഷേ അവസാനം നമ്മൾ പ്രായമാകുമ്പോൾ ആരും നമുക്കില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മൾ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കണം, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി സന്തോഷത്തോടെ ജീവിക്കണമായിരുന്നു എന്ന് തോന്നുന്നത് എന്ന് ലാവണ്യയോട് പറയുന്നുണ്ട്. അപ്പോൾ ലാവണ്യ മനസ്സിലാവാത്തതുകൊണ്ട് എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോഴാണ് ശ്രുതി പറയുന്നത്, ഇപ്പോൾ ലാവണ്യ മാഡം നല്ല ഭംഗിയുള്ള സുന്ദരിയാണ്, അപ്പോൾ വേറെ ഒന്നും തോന്നത്തില്ല. പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു 30-40 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും കുറേശ്ശെ വയസ്സാവാൻ തുടങ്ങും, മുഖമെല്ലാം ചുക്കി ചുളിയും,
ആ ഒരു കവളൊക്കെ ഒട്ടി വലിയും, അതുമാത്രമല്ല കണ്ണൊക്കെ കുഴിഞ്ഞ് ഭയങ്കരമായിട്ട് വയസ്സായ ഒരു ലുക്കായിട്ട് മാറും. അപ്പോൾ പിന്നെ ഈ ഒരു സംഭവം കല്യാണം കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലുള്ള അപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിക്കുന്നുണ്ട്. ആ സമയമാണ് ശ്രുതി നമ്മുടെ ലാവണ്യ അശ്വിനും തനിക്കും വയസ്സാവുമ്പോഴുള്ള ഒരു രംഗം ലാവണ്യ ഓർത്തു നോക്കുന്നത്. ഇത് ലാവണ്യയും അശ്വിനും നല്ലപോലെ വയസ്സായി മുടിയൊക്കെ നരച്ചിരിക്കുന്ന സമയത്ത് ലാവണ്യ അശ്വിനോട് പറയുന്നുണ്ട്, ഈ മാർക്കറ്റിൽ നല്ല അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്കിന്നിന്റെ ഒരു ക്രീം ഉണ്ടെന്നും അത്രത്തോളം വയസ്സാകാതെ കുറച്ചും കൂടി യങ്ങായിട്ട് കാണിക്കുന്ന ക്രീമാണ്, അതൊന്ന് വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട് ലാവണ്യ അശ്വിനോട് പറയുന്നുണ്ട്. അപ്പൊ അശ്വിൻ പറഞ്ഞത്, നിനക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, നീ ഇപ്പോ നിനക്ക് അതിന്റെ ഒരു കാര്യവുമില്ല, നീ ഇപ്പൊ വയസ്സായില്ലേ, അപ്പൊ നിനക്ക് ഇതൊക്കെ തന്നെ ധാരാളമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നല്ല സുന്ദരിയായിട്ടുള്ള ഒരു യങ്ങായിട്ടുള്ള ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഗേൾ ഫ്രണ്ട് ഇവളാണ് എന്ന് പറഞ്ഞ് അശ്വിൻ ചേർത്ത് നിർത്തുന്നുണ്ട്. അപ്പൊ ആ ഒരു രംഗം ഓർത്തിട്ട് ലാവണ്യ ഭയങ്കരമായിട്ട് അലറി വിളിക്കുകയും തനിക്ക് കല്യാണം കഴിക്കാം എന്നുണ്ട്, പക്ഷേ അശ്വിൻ ഒരിക്കലും സമ്മതിക്കത്തില്ല എന്ന് ലാവണ്യ പറയുന്നുണ്ട്. അപ്പോൾ അശ്വിൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയൊരു വിദ്യ പ്രയോഗിക്കാം. ഈ ഒരു വിദ്യ പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അശ്വിൻ സാറ് ലാവണ്യ മേഡത്തിനെ ഉപേക്ഷിക്കത്തില്ല, നിങ്ങൾ കല്യാണം കഴിച്ച സന്തോഷത്തോടെ തന്നെ ജീവിക്കും എന്ന് അവിടെ ലാവണ്യ അശ്വിനോട് നമ്മുടെ ശ്രുതി ലാവണ്യയോട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്ലാനൊക്കെ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ അവരുടെ സംസാരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും അഞ്ജലിക്ക് എത്രയൊക്കെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാലും അഞ്ജലിയുടെ മനസ്സിൽ നിന്ന് ആ ഒരു സംഭവം മറഞ്ഞു പോയിട്ടില്ല. ഒരു പെൺകുട്ടി ഇത്രത്തോളം എല്ലാവരും കള്ളി എന്ന് പറയുകയും അശ്വിനും ഇങ്ങനെ അതിനൊപ്പം ഒരുപാട് അവസരം കിട്ടുമ്പോൾ അവളെ ദ്രോഹിക്കുകയും ചെയ്യുമ്പോൾ എത്രത്തോളം അവളെ മനസ്സ് വേദനിക്കുമെന്ന് അശ്വിനോട് പറയുന്നുണ്ട്. നടന്ന സംഭവങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. അതുകൊണ്ട് നീ കുറച്ചെങ്കിലും അവളോട് ദേഷ്യപ്പെടാതെ ഇരിക്കാൻ പറ്റത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അശ്വിൻ അത് കേൾക്കാതെ ദേഷ്യത്തോടെ ഇറങ്ങി പോവാണ്. അങ്ങനെ തൻ്റെ ശ്രുതിയുടെ ആ ഒരു മിഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒരുപാട് ജിലേബിയും ഒരുപാട് ലഡു ഒക്കെ ഉണ്ടാക്കി സന്തോഷത്തോടെ ഇരിക്കുകയും ലാവണ്യോട് പറയുന്നുണ്ട്, എന്തായാലും ഇനി എനിക്ക് സമയം താമസിച്ചു പോയി, ഞാൻ ഇനി നിന്ന് കഴിഞ്ഞാൽ അമ്മ എന്നെ അടിച്ചു പുറത്താക്കും, ഞാനൊന്നുകൂടി പെട്ടെന്ന് പൊക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ലാവണ്യോട് യാത്രയൊക്കെ പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്താണ് അശ്വിന് നേർക്ക് വരുന്നത്. അപ്പോൾ ശ്രുതി ശ്രദ്ധിക്കാതെ പെട്ടെന്ന് ഓടി വരികയും അശ്വിൻ്റെ കൈ തട്ടി ശ്രുതി വീഴാൻ പോകുമ്പോൾ അശ്വിൻ പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ വലിച്ചിങ്ങനെ എടുക്കുകയും അശ്വിൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു 2 നിമിഷം അവർ കണ്ണോട് നോക്കി നിൽക്കുകയും പിന്നെ പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ മാറുമ്പോഴാണ് തന്നെ കാതിൽ കിടന്ന കമ്മൽ കാണാനില്ല. അത് എവിടെ നിന്ന് നോക്കുമ്പോഴാണ് അശ്വിൻ്റെ കയ്യിൽ ആ ഒരു ഷർട്ടിൻ്റെ ബട്ടൺസിൽ അത് കുരുങ്ങി കിടക്കുന്നത് കാണുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് അത് എടുക്കാൻ പോവുകയും പിന്നെ അശ്വിനും ശ്രുതി ഒരുമിച്ച് എടുക്കുകയും പിന്നെ അത് അശ്വിൻ ശ്രുതിക്ക് കൈമാറുകയും ശ്രുതി അത് വാങ്ങിച്ച് ചെവിയിലിടുകയും അങ്ങനെ അവർ വീണ്ടും കണ്ണോട് നോക്കി ചെറിയൊരു പുഞ്ചിരിയൊക്കെ അശ്വിൻ്റെയും ശ്രുതിയുടെയും മുഖത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ അവർ ആ ഒരു പ്രണയം കൈമാറുകയാണ്. ഇതുവരെയും കണ്ടാൽ കീരിയും പാമ്പും പോലെ നിന്ന അശ്വിനും ശ്രുതിയുടെയും മനസ്സിലെ അവരുടെ ആ മുഖത്ത് പ്രണയം ഇങ്ങനെ തുളുമ്പി നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രുതി ആ ഒരു സംഭവത്തിൽ നിന്ന് മാറി തൻ്റെ വീട്ടിലോട്ട് ധൃതിയിൽ ഇറങ്ങി പോവുകയും എന്നാൽ ശ്രുതി അവിടെ നിൽക്കുന്നുണ്ട്. ശ്രുതിയെ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിൽ അശ്വിൻ ശ്രുതി പോകുന്നത് നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ആ ഒരു പ്രണയം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ശ്രുതി ആ ഒരു സംഭവത്തിൽ നേരെ വീട്ടിൽ ചെന്ന് കഥവൊക്കെ തട്ടുന്ന സമയത്ത് ശ്യാമാണ് തുറക്കുന്നത്. അപ്പോൾ ശ്യാം വിചാരിച്ചത് ഇന്ന് ആ ഒരു സംഭവം കാരണം ആ ഒരു മാല ശ്രുതിയുടെ ബാഗിൽ നിന്നും എടുക്കും, അങ്ങനെ ശ്രുതിയെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കും എന്ന് വിചാരിച്ച് ശ്യാം കഥവ് തുറന്നു. നമ്മുടെ ശ്രുതിയെ കണ്ടു, ശ്രുതിയോട് കാര്യം ചോദിക്കുന്നുണ്ട്. എന്താ നിനക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ, നീ എന്താ വാടി നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു പ്രശ്നമില്ല, എനിക്കൊരു കുഴപ്പമില്ല എന്ന് ശ്രുതി പറയുന്നുണ്ട്. എങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് അവിടെ എന്തെങ്കിലും പ്രശ്നമായോ അല്ലെങ്കിൽ അശ്വിൻ്റെ വീട്ടിൽ ശ്രുതിക്ക് സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടായോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അശ്വിനും ശ്രുതിയും തമ്മിൽ ഏറ്റുമുട്ടിയ ചെറുതായിട്ട് വീടാൻ പോയ ആ ഒരു രംഗമാണ് മനസ്സിലിങ്ങനെ ഓർക്കുന്നത്. അവിടെ വെച്ച് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ശ്രുതിയുടെ വരവോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും എന്ന് മുത്തശ്ശിയും അഞ്ജലിയും പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ലാവണ്യ ഒരിക്കലും മാറത്തില്ല. ശ്രുതിയെ അത്രത്തോളം ശത്രുവായിട്ടാണ് ലാവണ്യ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ആ ഒരു ലാവണ്യ പോലും ഇപ്പോൾ മാറി ശ്രുതിയെ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്, ശ്രുതിയെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അശ്വിനും ഒരിക്കലും മാറത്തില്ല എന്ന് വിചാരിച്ച സമയത്ത് തന്നെ അശ്വിനും ഒരുപാട് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ശ്രുതിയുടെയും അശ്വിൻ്റെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന നാളുകളിൽ കണ്ടറിയാം. അതുവരെയും ടാറ്റാ ബൈ.